ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 പ്രിപ്പയർ ചെയ്യുന്ന, എഴുതാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ഇതാണ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്യുക. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നിങ്ങൾക്കുള്ള കീം ടിപ്സ്, ട്രിക്സ്, എങ്ങനെ പരീക്ഷ എഴുതണം, ഏത് കോളേജിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കണം, റാങ്ക് ലിസ്റ്റ്, ബാക്കി A to Z കാര്യങ്ങൾ അറ്റ് എ സിംഗിൾ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് അഖിൽ സതീഷ് വേൾഡ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ മുന്നിലേക്ക് കീം 2026 എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ എനിക്കറിയാം രക്ഷകർത്താക്കൾ ഉണ്ടാകും, അതല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ട് കാണുന്ന കീം ആഗ്രഹവുമായിട്ട് ഉയർന്ന CET പോലുള്ള കോളേജുകളിൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. എന്ത് തന്നെയും ആയിക്കോട്ടെ, നിങ്ങളുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ടൈം ടേബിൾ ഈ പറയുന്ന പോലെ 13 മുതൽ 23 വരെ നേരത്തെ തന്നെ എക്സാമുകൾ തുടങ്ങി തീർക്കുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ റാങ്ക് ലിസ്റ്റ് ഡിലേകളൊന്നും വരാതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നേരത്തെ തന്നെ ഉറപ്പാക്കാനുള്ള സർവ്വ നടപടികളും സ്വീകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം കീം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് കൂടിയൊക്കെ പോകുന്ന വിദ്യാർത്ഥിക്ക് ഇപ്പോഴേ കൃത്യമായിട്ട് ഒരുങ്ങുവാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ മുൻകൂട്ടി കാണണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പ്ലസ് ടു എക്സാം കഴിഞ്ഞതിന് ശേഷം വലിയ ഗ്യാപ്പ് ഇല്ല നിങ്ങളുടെ കീം പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി എത്ര പഠിക്കുന്നത് എന്നതല്ല, ആ എക്സാം ഹോളിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിലാണ്. ഒന്ന്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോളജ് വേണം, അത് പഠനത്തിലൂടെ കിട്ടും. പക്ഷേ എക്സാം ഹോളിൽ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ട്രിക്സ് ആൻഡ് ടിപ്സ്, പൊടിക്കൈകളുണ്ട്, ഉടായിപ്പ് ട്രിക്കുകളുണ്ട്. അത് നമ്മൾ എന്തായാലും വഴിയെ സംസാരിക്കും. ഇനി നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തവണ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാടുള്ളത് S1 വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് ബിടെക്കിൽ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന പല കോളേജുകളും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കൊന്നും കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം കീം എഴുതി, നിങ്ങൾക്ക് നല്ല കോളേജുകളിൽ കിട്ടി, ബിടെക്കിൽ അഡ്മിഷൻ എടുത്തു, അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടിന് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി കീം എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാവിധ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും, അതായത് കഴിഞ്ഞ വർഷം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നു, ഈ എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് കീമുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റ് വരുമ്പോൾ ഏതൊക്കെ സർക്കിൾ എവിടെയാണെന്ന് നോക്കണം, അതിനൊന്നും ഇനി ഒരു പ്രശ്നവും വരില്ല. ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വാട്സാപ്പ് ചാനൽ കമ്മ്യൂണിറ്റിയിൽ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട കീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സഹായങ്ങളാണ്, ഈ സമയത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊന്ന് നമ്മുടെ യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങളുണ്ട് ഗൈസ്. കീം 2026 നമുക്ക് പൊളിച്ചെടുക്കണം. എല്ലാവർക്കും വിജയാശംസകൾ. പഠിച്ചു തുടങ്ങുക. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് കാണാം. ബൈ.